എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്ന് വെറൈറ്റി ആയിട്ടൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കി നോക്കാം. നമ്മുടെ ടേസ്റ്റി ആയുള്ള ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ 2 കപ്പ് മഞ്ഞ ആട്ടിയെടുക്കുക. മഞ്ഞയില ആട്ടിയെടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഒരു 2 ടീസ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇതിൽ നമുക്കൊരു 2 ടീസ്പൂണോളം ഓയിലും ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ കുറേശ്ശെ വെള്ളം ഒഴിച്ച് ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ കുഴച്ചെടുക്കുക. മാവ് കുഴയ്ക്കുന്ന കൂട്ടത്തിൽ 1 ടീസ്പൂണോളം എള്ളും ചേർത്ത് കൊടുക്കണം. അപ്പം നമ്മൾ ഇതുപോലെ ഒരു ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ കുഴച്ച് വെച്ച് ഇനി അതിന് നമുക്കൊരു 10 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പിൽ വെച്ച് ഗ്യാസ് ഓണാക്കി അതിലേക്ക് കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായ ശേഷം അതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ പെരുംജീരകം ചേർത്ത് കൊടുക്കാം. 1/2 ജീരകവും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് പൊട്ടട്ടെ. നമുക്ക് ഒരു വലിയ സവോള ചെറുതായിട്ട് അരിഞ്ഞു വെച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കാം. കൂടെ ഒരു 1/2 ടീസ്പൂണോളം ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞാണ് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് അല്പം ക്യാരറ്റാണ്. അത് ഒരു 1/2 കപ്പോളം ഉണ്ട്. ഇത് ആവശ്യത്തിന് ചേർക്കുക. 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെ ചേർക്കാവുന്നതാണ്. അപ്പം കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്കൊരു ഇടത്തരം തക്കാളിക്കാണിത്. അത് ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് അല്പം കസൂരി മേത്തി ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, ഉള്ളവർ ചേർക്കുക, അല്ലെങ്കിൽ അതനുസരിച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. നമുക്ക് അല്പം എള്ള് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണോളം എള്ള് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഈ കൂട്ടത്തിൽ നമുക്ക് വേണമെങ്കിൽ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയതും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അല്പം വെള്ളം ഒഴിച്ച് കൊടുത്ത് ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ മസാലയിൽ വെള്ളം ഒഴിച്ചു, എല്ലാം വേവിച്ചു. ഇനി നന്നായിട്ട് ആ വെള്ളം എല്ലാം ഒന്ന് പറ്റിച്ചെടുത്തു. ഇനി നമ്മളിനെ ഗ്യാസ് ഓഫാക്കി തണുക്കാനായിട്ട് വയ്ക്കും. നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഓരോ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഉരുട്ടിയെടുക്കാം. നമ്മളൊരു കൗണ്ടർ ടോപ്പ് നല്ലതായിട്ട് ക്ലീൻ ചെയ്ത് അവിടേക്ക് അല്പം ആട്ടപ്പൊടി വിതറുക. എന്നിട്ട് നമുക്കിതിനൊന്ന് പരത്തിയെടുക്കാം. നമ്മൾ ചപ്പാത്തി ഏകദേശം ഇതേ കണത്തിൽ പരത്തിയെടുക്കാം. ഇനി നമുക്ക് ഈ കൂട്ടിനെ ഇതിലേക്ക് കൊടുക്കുക. മസാല എല്ലാ വശത്തും വരത്തക്ക രീതിയിൽ നമ്മളിനി ഒന്ന് തേച്ച് കൊടുക്കണം. കൂടെ ഇരിക്കുന്നിടത്തുനിന്നെല്ലാം എല്ലായിടത്തും ഒന്നാകത്തക്ക രീതിയിൽ നമ്മൾ നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുക. ഇനി നമുക്ക് വേറൊരു ചപ്പാത്തി ഇതുപോലെ പരത്തിയെടുക്കുക. അത് നമുക്ക് ഇതിന് മുകളിലേക്കിട്ട് കൊടുക്കാം. നമ്മളെ ആ ചപ്പാത്തിയുടെ മുകളിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മസാലയിൽ നിന്ന് കുറച്ചെടുത്ത് നന്നായിട്ട് എല്ലാ വശത്തും ആക്കി കൊടുക്കുക. നമ്മൾ ഇനി ഇതിന് മുകളിലേക്ക് വീണ്ടും ഒരു ചപ്പാത്തി വരുത്തിയിടുക. അതിൻ്റെ മുകളിൽ വീണ്ടും നമ്മൾ ആ മസാല വയ്ക്കുക. അപ്പം നമ്മുടെ എത്രയോ ബോൾസ് ഉണ്ടോ അതനുസരിച്ച് ഏകദേശം ഒരു 5 ബോൾസിൽ കൂടുതൽ വരാൻ പാടില്ല. അപ്പോൾ അതുപോലെ ഞാനൊന്ന് ചെയ്തെടുക്കട്ടെ. ഓരോ ലെയർ മസാല വെച്ചു, അതിൻ്റെ മുകളിൽ ചപ്പാത്തി വെച്ചു, അങ്ങനെ വെച്ച് ലാസ്റ്റത്തെ ചപ്പാത്തി ഇതുപോലെ ആക്കി കൊണ്ടെടുത്തു. ഇനി നമുക്ക് ഇതിങ്ങനെയൊന്ന് ചടയ്ക്കാം. ഓക്കെ, ഇനി നമുക്ക് ഈ ചപ്പാത്തിയെ ഇങ്ങനെയൊന്ന് മടക്കി കൊടുക്കാം. പോലെ ഇങ്ങോട്ട് പരത്തുക. വീണ്ടും നമ്മൾ ഇങ്ങനെ വരത്തിയെടുക്കുക. 2 സൈഡിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കി വയ്ക്കുക.
നമ്മൾ മാവിനെ മടക്കിയ ശേഷം വീണ്ടും ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഒത്തിരി അമക്കരുത്, ചെറുതായിട്ട് കനം കൂടി നിൽക്കുന്നതൊക്കെ ഒന്ന് ലെവലാക്കി കൊടുക്കുക. നമുക്ക് ഈ മാവിനെ ഒരു സ്റ്റീമറിൽ വെച്ച് ആവി കയറ്റിയെടുക്കാം. വീണ്ടും നമ്മൾ ഒരു പാൻ അടുപ്പിൽ വെച്ചു, അതിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു, അതിൽ അല്പം ജീരകം ഇട്ടു, ഒന്ന് പൊട്ടിക്കുക. വേണമെങ്കിൽ അല്പം ഒനിയൻ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. കസൂരി മേത്തിയും ചേർത്ത് ഒന്ന് വറുത്ത് കൊടുക്കാം. എണ്ണ വന്നതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫാക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ സ്റ്റീമറിൽ വെക്കുമ്പോൾ സ്റ്റീമറിനകത്ത് അല്പം എണ്ണ തടവിയതിന് ശേഷമേ ഇത് മാവെടുത്ത് വെക്കാവുള്ളൂ. ഏകദേശം ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ നമ്മൾ ഇതൊന്ന് ആവി കയറ്റി എടുക്കണം.